വൈൽഡ് കാർഡ് എൻട്രി മസ്താനി ഇന്നലെ രാത്രി മറ്റേ ആടുന്ന ഊഞ്ഞാലിലിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പാനീൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ല് വാങ്ങും, അപ്പാനി എന്നെ തല്ലണം. ഓക്കെ, ഇതാണ് മസ്താനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. പക്ഷെ രോമാഞ്ചടിപ്പിക്കുന്ന ഒരു ഐറ്റം കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാതെ എനിക്ക് ഈ കണ്ടൻറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു കണ്ടൻറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നത്. ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് ഈ വീക്കെൻഡ്. കാരണം ലാലേട്ടൻ ഈ സദാചാര ആൾക്കൂട്ട വിചാരണ പരിപാടിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നുള്ളത് ഉറപ്പിച്ച് നിൽക്കുകയാണ് ഞാൻ. കാരണം അത് ലാലേട്ടനായതുകൊണ്ട് തന്നെ അങ്ങേര് പറയും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും സമ്മതിക്കില്ല. എൻറ്റയർ ടീമും അവരും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, ഇങ്ങനത്തെ ഒരു സാധനത്തിന് അവർ നിന്നു കൊടുക്കില്ല. വന്ന ബ്രാമോ മക്കളെ, എൻറ്റയർ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ലാലേട്ടനെ ഇങ്ങനെ ചൂടായി ഞാൻ കണ്ടിട്ടില്ല. അനുമോക്കൊക്കെ ഇനി നല്ലത് ബിഗ് ബോസിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്ത് പോയി പൊട്ടിക്കരയാണ്. മസ്താനിയൊക്കെ തീർന്ന്, മണ്ടങ്കാട് ജിഷിൻ ഓടി, കണ്ടം വഴി ഓടി. അപ്രമോ ഒന്ന് ആദ്യം പ്ലേ ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് സാധനത്തിൽ നമുക്ക് മസ്താനിയുടെ കണ്ടന്റിലേക്ക് പോവാം. അനുമോൾ, നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ജിഷിൻ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? മസ്താനി കണ്ണുകൊണ്ട് നോക്കണ്ട, എൻ്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? ഓഹോ, പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ്, അതാണ് നമ്മൾ ഇത്ര കാലം പറയാറ്. പക്ഷേ ഈ എപ്പിസോഡിൽ ഈ പ്രൊമോ ദിസ് ഈസ് എ പ്രോമിസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് ഈ എൻറ്റയർ എപ്പിസോഡ് ഇങ്ങനെയുള്ള അടിയാണെങ്കിൽ ഇത് കത്തും, ഉറപ്പായി ഇത് കത്തും. കാരണം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് ആണ് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ പറയില്ല. അത് എപ്പിസോഡ് വരട്ടെ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും കളയണ്ട. പിന്നെ കുറേ ആൾക്കാർ അവർ പോയി എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നും കാണുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ത്രില്ല് കൂടി മനസ്സിലായ അതവർ ആ എപ്പിസോഡിൽ തന്നെ. ഈ എപ്പിസോഡിൻ്റെ ത്രില്ല് കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇത് വേറെ ലെവൽ. ഇനി നമുക്ക് മസ്താനിയുടെ കണ്ടന്റിലേക്ക് വരാം. മസ്താനി ഇന്നലെ രാത്രി ഇരുന്നിട്ട് അപ്പാനി ശരത്ത് എന്നെ തല്ലണം. ഈ മസ്താനിയുടെ ഗെയിം പ്രൊവോക്കിംഗ് ആണ്. വന്ന വൈൽഡ് കാർഡിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലുള്ള വെർബൽ സ്പാറ്റിനൊരു എന്താ പറയുക, നല്ല രീതിയിൽ നല്ല മുട്ടി നിൽക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. വെർബലബിലിറ്റി ഭയങ്കര കൂടുതലുള്ള ഒരാളാണ് മസ്താനി. പിന്നെ പട്ടിപ്പുച്ചവും പരിഹാസവുമാണ് ഓപ്പോസിറ്റുള്ള ഒരാളെ ഇങ്ങോട്ട് തന്നതിൻ്റെ 10 ഇരട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് മസ്താനിക്ക്. അതുകൊണ്ട് തന്നെ മസ്താനിയുടെ ചൊറിച്ചിൽ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്, കുറുക്കി വെച്ച് കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കണ്ടൻ്റ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റ് നല്ലതല്ല, പക്ഷെ ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ കൊള്ളാം. ഫൈൻ, പൊട്ടൻഷ്യൽ കൊള്ളാം. പക്ഷെ പറയുന്ന കണ്ടൻറ്റും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സീനാണ്. ഒരു റോങ് ആയിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു സംഗതിയാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഓക്കെ, ഞാൻ വൈൽഡ് കാർഡായിട്ട് പോയതാണ്. ഞാനവിടെ പോയിട്ട് പുറത്തുള്ള കാര്യം അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കും നിനക്കെന്താണ് ഇത് പറയാനുള്ള ഒരു ഇതുള്ളത് എന്ന് ചോദിക്കും. എനിക്കുണ്ട്. കാരണം ഞാൻ അകത്തുനിന്ന് പുറത്തുള്ള കാര്യം പറഞ്ഞത് ഒരാളുടെ ലൈഫ് തുലയ്ക്കാനോ അല്ലെങ്കിൽ അയാളെ മൊത്തം അടപടലം മൂഞ്ചിച്ച് അവിടെ ഇരുത്താനുള്ള പരിപാടിയല്ല. ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏകദേശം പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് കിട്ടിയാൽ മര്യാദയ്ക്ക് അയാളുടെ ലൈഫ് ഒന്ന് സെറ്റാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾ ആ ഒരു ഉള്ള സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആവുമല്ലോ, അങ്ങനെ പറഞ്ഞു വെച്ചൊരു സാധനമാണ്. അതിൻ്റെ പേരിൽ ഞാൻ കുറേ കേട്ടതുമാണ്. എനിക്ക് അതിൻ്റെ പേരിൽ എന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ നോമിനേഷനിൽ ഇട്ടിട്ടുള്ള പരിപാടികൾ എനിക്ക് കിട്ടിയതുമാണ്. അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തൊരു പരിപാടിയാണ്. മസ്താനിക്കും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സാധനം കിട്ടാനുള്ള വഴിയുണ്ട്. കാരണം 5-6 വട്ടമായിട്ട് മസ്താനി ഈ സാധനം പറഞ്ഞിട്ടുണ്ട്, വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. മസ്താനിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം കയറിയിട്ട് അനീഷിൻ്റെ നട്ടല് പറഞ്ഞിട്ടൊരു സാധനം, ഈ നട്ടല് പറഞ്ഞുള്ളൊരു സാധനം ഞാൻ തന്നെ ഇതിന് മുന്നേ ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഈ നട്ടലിന് പ്രശ്നമുള്ള ബൈബർത്ത് ഇഷ്യൂസുള്ള ആക്സിഡൻ്റൊക്കെ പറ്റുമ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ള ആളുകൾ നമ്മളെ സൊസൈറ്റിയിലുണ്ട്. ഞാൻ തന്നെ പല പഴയ വീഡിയോസിലും ഈ നട്ടലുണ്ടെങ്കിൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് എനിക്കൊരു വ്യക്തി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ അത് പറയരുത്, എനിക്ക് നട്ടലിന് കുഴപ്പമുള്ള ഒരാളാണ്, എനിക്ക് ബൈബർത്ത് ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ സഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം പറയുന്ന ശേഷം ഞാനത് എൻ്റെ കോണ്ടന്റിൽ പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഇപ്പോൾ നട്ടലിനുള്ള സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ പറയുമ്പോൾ ഉറപ്പുണ്ടോ, അതൊക്കെ നട്ടലൊക്കെ നമ്മൾ ഒഴിവാക്കും. ഇനി നമ്മളിങ്ങനെ ചൊട്ടയിലെ ശീലം ചൊള്ളവരെ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിച്ചൊരു സാധനം ആയതുകൊണ്ട് എന്നാലും ശ്രമിക്കുന്നുണ്ട്. അത്രയും എന്താ പറയുക,
കുറച്ചൊരു ഹൈപ്പർ പ്രോഗ്രഷൻ എന്ന് പറയുന്നില്ല, കുറച്ചൊരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന സൊസൈറ്റിയിൽ ഇത് ചിന്തിച്ചാൽ നല്ലതാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ ആ വീട്ടിനകത്ത് പലരും ഈ നട്ടല് പറയുന്നുണ്ട്. പക്ഷെ മസ്താനി അനീഷിനോട് അടിച്ചൊരു നട്ടലില്ലേ ഭാര്യ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു സാധനമൊക്കെ അതൊക്കെ വളരെ ശോക ക്ലീശ ഐറ്റമാണ്. ഓക്കെ, പിന്നെ അടുത്തത് വിധവാ കാർഡ് ഇറക്കി എന്ന് പറഞ്ഞ് രേണുസുധീനോട് അടിച്ച സംഗതി. ഓക്കെ, രേണുസുധീൻ്റെ പല കണ്ടൻറ്റുകളിലും ഞാനടക്കം പലരും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രേണുവിന് സുധിച്ചേട്ടൻ കാർഡല്ലാതെ വേറൊരു കണ്ടൻറ് ഇല്ല. ബട്ട് സ്റ്റിൽ ഈ വിധവാ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവോഴ്സ് സാധനം അങ്ങനത്തെ കുറേ സാധനങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് മസ്താനി പോകുന്നത് ആ ഒരു കോണ്ടൻറ്റും ഒരു വൃത്തിയുള്ള ഒരു കോണ്ടൻ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ റെനയോട് പോയിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറ്റില്ല അങ്ങനെ എങ്ങനെ, അതും അടുത്തൊരു ചീഞ്ഞ സാധനം. അതിനുശേഷം അപ്പാനിയുടെ ഗർഭിണിയല്ലേ എന്നുള്ള ഭാര്യനോടുള്ള ചോദ്യം, എന്നിട്ടാണോ നീ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയോട് കയറിയുള്ളൊരു ചൊറിച്ചിൽ. ഇങ്ങനെ പല പല വിഷയവുമായിട്ട് ലാസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പാനീനെ കൊണ്ട് എന്നെ തല്ലിക്കണം. ഓക്കെ, ആ റൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ് മസ്താനി വന്നത്. എന്നിട്ട് അപ്പാനീനെ കൊണ്ട് എന്നെ തല്ലിക്കണം, അപ്പാനി എന്നെ തല്ലണം, അതിനു വേണ്ടി ഞാൻ അപ്പാനീനെ പ്രൊവോക്ക് ചെയ്യും, ബാക്കിയുള്ള വൈൽഡ് കാർഡുകൾ നിങ്ങൾ പോയിട്ട് ഇഞ്ചക്ട് ചെയ്യണം, അപ്പാനിയോട് ഒന്ന് തല്ലിയിട്ട് പുറത്തു പോയിക്കൂടെ, മസ്താനീനെ അടിച്ച് പുറത്തു പോയാൽ നീ മാസാവും എന്നുള്ളത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലെ എപ്പിസോഡിൽ വന്നൊരു പോർഷനാണ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അപ്പാനിനോട് ഇടക്ക് ഫണ്ണായിട്ടിരിക്കുമ്പോൾ പറ, ചേട്ടാ എന്തിനാ അവളുടെയൊക്കെ സൈക്കിൾ ഒന്ന് കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ നിങ്ങൾ മാസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പാനീനെ കൊണ്ട് തല്ലിക്കണം എന്നാ, അപ്പാനിനെ തല്ലണം. അതിന് ഞാൻ മാക്സിമം നോക്കും, എന്തും പറയും, അപ്പാൻ തല്ലണം. ലക്ഷ്മിയുടെ അഭിപ്രായത്തില് ലക്ഷ്മിക്ക് അങ്ങനെ ഒരു മനുഷ്യനായാലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ആയാലും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം. ഷാനവാസിന് ശരിക്കും പിന്നെ ഞാൻ തന്നെ തല്ലാൻ തോന്നി, അത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇതിൽ മസ്താനി പറയുന്നൊരു കാര്യമാണ്, ഈ ഗെയിം പ്രൊവോക്കിംഗ് ആണ്. പ്രൊവോക്ക് ചെയ്ത് എതിരാളിയെ കൊണ്ട് നമ്മളെ അത് പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും പറയിപ്പിക്കുക അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു സാധനം അത് ബിഗ് ബോസ് ഗെയിമിൻ്റെ ഒരു സംഗതി. പല കണ്ടസ്റ്റൻസും ആ ഐറ്റം പുറത്തെടുക്കാറുണ്ട്. മലയാളത്തിലും അല്ല ബാക്കി ഭാഷകളിൽ നടക്കുന്ന ബിഗ് ബോസിൻ്റെ സാധനത്തിലും ഈ സംഗതി വരാറുണ്ട്. ഇപ്പോൾ ഷാനവാസിൻ്റെ കേസ് പറയുന്നുണ്ട്, ഷാനവാസ് പ്രൊവോക്ഡായി തല്ലാൻ വന്നു, പക്ഷേ ഷാനവാസ് അത് ഹോൾഡ് ചെയ്തു. അപ്പാനി അങ്ങനെയല്ല, അപ്പാനീനൊന്ന് പ്രൊവോക്ക് ചെയ്താൽ അപ്പാനി ചിലപ്പോൾ തല്ലും, അത്രയും പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ തല്ലുന്നൊരു നേച്ചർ അപ്പാനിക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്കിത് ഭയങ്കരമായിട്ട് ഞാനിത് കണ്ട സമയത്ത് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സ്നേഹനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്നേഹ ഇന്ന് ആലോചിച്ചു ഈ സൊസൈറ്റിയിൽ പല ആണുങ്ങളും ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, പല ഡിവോഴ്സ് കേസിൻ്റെ പിന്നിലും ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, എല്ലാ കേസും പറയുന്നില്ല. ചില സ്ത്രീകൾ ഇങ്ങനത്തെ പരിപാടി എടുക്കാറുണ്ട് എന്നുള്ളത് പല പുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും ഇങ്ങനത്തെ കേസുകളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല കേസിലും വീഡിയോ ചെയ്യാൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്തും പലരും പറയാറുണ്ട്, ഇങ്ങനെയാണ് വൈഫായിട്ടുള്ള ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യും, അടിപ്പിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചിട്ട് തല്ലിക്കഴിഞ്ഞാൽ അപ്പം കൊണ്ടുപോയി എന്ത് കൊടുക്കും, കേസ് കൊടുക്കും, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ മെൻ്റലി അവർ ചെയ്യുന്ന ടോർച്ചർ ആരും ഓഡിറ്റ് ചെയ്യില്ല. പല പുരുഷന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇത് ഞാൻ ചിന്തിച്ചിട്ട് നിലനിന്ന സ്നേഹനോട് പറഞ്ഞു, എന്ത് ഗതികേടല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പാനീനെ പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് ചൊറിഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് മസ്താനി അപ്പാനീനെ കൊണ്ട് മസ്താനീനെ തല്ലിച്ച് കഴിഞ്ഞാൽ, നേരത്തെ മറ്റേ വേദലക്ഷ്മി പറഞ്ഞ പോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക അയാൾക്ക്. പക്ഷെ അയാൾ പാതാളത്തോളം താന്നു പോയി മഹാബലിയായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമുണ്ടോ? കാരണം അത്രത്തോളം പറയുമ്പോൾ ചിലർ പൊട്ടും. ഓക്കെ, അങ്ങനെ പൊട്ടിക്കുന്നതാണ് ഷോ എന്നുണ്ടെങ്കിലും ഇതൊരു റോങ് ആയിട്ടുള്ള സാധനമാണ്. കാരണം അപ്പാനി എങ്ങാനും മസ്താനീനെ തല്ലിയ മസ്താനിക്ക് വിക്ടിം കാർഡ് കളിക്കുക. അപ്പോൾ ഇത് ഈ സൊസൈറ്റീൻ്റെ മുന്നിൽ വെക്കുന്ന ഐറ്റം എന്താ? ഒരാണിനെ പ്രൊവോക്ക് ചെയ്തൊരു പെണ്ണിനെ തല്ലിപ്പിച്ചിട്ട് ഇത് ശരിക്കും സൊസൈറ്റിയിൽ പല സ്ത്രീകളും ഫേക്ക് കേസ് കൊടുക്കുന്ന പരിപാടിയായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനം ഇതിനകത്ത് പോയിരിക്കുമ്പോഴാണ് നമ്മുടെ ദിയ ചേച്ചിയുടെ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ കാണുന്നവർക്ക് ഞാൻ പറയുന്ന ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കും. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മസ്താനി എന്ന മത്സരാർത്ഥി അപ്പാനി ശരത്ത് എന്ന മത്സരാർത്ഥി മസ്താനിയെ തല്ലണമെന്നും അങ്ങനെയെങ്കിലും ശരത്തിനെ കൊണ്ട് മസ്താനിയെ അടുപ്പിക്കുമെന്നും സാബുമോൻ എന്ന മത്സരാർത്ഥിയോട് നീ ചെന്ന് അവിടെ അവളെ 2 കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുമെന്ന് വേണ്ടി മാസമായിരിക്കുമെന്ന് പറയണം.
നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോയിലുള്ള സംഗതി ഇങ്ങനെ പറയുകയാണ്. ഇവിടെ ഈ വിഷയം ഞാൻ പറഞ്ഞത്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. എല്ലാവരുടെയും റിയൽ സ്വഭാവം പുറത്തു വരും. അങ്ങനെ മനുഷ്യൻ്റെ ഇമോഷനെ സ്വഭാവത്തെയൊക്കെ മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ എഗ്രിമെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ടെലികാസ്റ്റ് ചെയ്തുകൊള്ളാൻ. ഇവിടെ ചില മസ്താനിയെ പോലെയുള്ള സ്ത്രീകളാണ് ശരിക്കും സ്ത്രീകളെ പറയിപ്പിക്കുന്നതെന്ന് പറയാതെ വയ്യ. ചില പീഡന പരാതികൾ, കള്ളക്കേസുകളുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് മസ്താനി എന്ന സ്ത്രീ. ഇവിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ, സ്ത്രീകൾ, അവരൊക്കെ അവരുടെ നീതിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, അവരെ പീഡിപ്പിച്ച പുരുഷന്മാർ രക്ഷപ്പെട്ടു പോകുമ്പോൾ, മസ്താനിയെ പോലുള്ള സ്ത്രീകൾ ശരത്തിനെ പോലെയുള്ള ഒരു പുരുഷനെ കൊണ്ട് തല്ലിച്ചാലും കേവലം ഒരു ഗെയിമിൽ, ആ ഗെയിമിൽ നിന്നും അയാളെ പുറത്താക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, ബ്രാക്കറ്റിലട്ടാ, എനിക്കിവിടെ ശരത്ത് പുറത്താവുന്നതിലല്ല, ഈ സ്ത്രീയുടെ ചിന്ത പോയതിലാണ് ഫ്രോഡ് സ്ത്രീയാണ് മസ്താനി എന്ന് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് കള്ളക്കേസുകളും മറ്റും തെറ്റ് ചെയ്യാത്തവരുടെ മേൽ വച്ചടിച്ച് അവരെ ട്രാപ്പിലാക്കുന്നത്. ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ട്. ഇത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് എന്നാലും ഈ വിഷയം. ദിയ ചേച്ചി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദിയാസന എന്ന് പറയുമ്പോൾ ദിയ ചേച്ചി ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന, ഷീസ് ആൻ ആക്ടിവിസ്റ്റ്. അവരുടെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം, അവരുടെ ചിന്തയിൽ ഇങ്ങനൊരു കാര്യം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മസ്താനി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്ര ഗുരുതരം. ഇറ്റ്സ് എ ഷോ. ഇമോഷൻ ഉപയോഗിച്ച് അടുത്തുള്ള ആളുടെ ഇമോഷൻ പ്രൊവോക്ക് ചെയ്ത് ആ ഇമോഷനിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഷോ തന്നെയാണ് ബിഗ് ബോസ്. ഓക്കെ, പക്ഷെ അയാളെ കുടുംബത്തിനെ പറയും. ഇപ്പം മസ്താനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ശരത്ത് പ്രൊവോക്ക് ആവുന്നത്, അവിടെ നടന്നൊരു ഇൻസിഡൻറ്റിൻ്റെ മുകളിലാണ് ശരത്ത് പ്രൊവോക്ഡ് ആവുന്നത്, അല്ലെങ്കിൽ മസ്താനി ഒന്നും ചെയ്യാതെ ശരത്ത് മസ്താനിക്കെതിരെ അഗ്രഷൻ എടുത്ത് തല്ലണം എന്നൊക്കെയാണ് മസ്താനി പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം. ഇത് മനഃപൂർവ്വം ഇരുന്ന് പ്ലാൻ ചെയ്യാണ്. അയാളെ കുടുംബത്തിനെ പറഞ്ഞ്, അയാളെ പ്രൊവോക്ക് ചെയ്ത്, അയാളെ പ്രൊഫഷനെയും കുടുംബത്തിനെയും വെച്ച് പറഞ്ഞ് അയാളെ പ്രൊവോക്കേഷൻ പീക്കിൽ കൊണ്ടുപോയി അയാളെ ഇന്ന് തല്ലും പേടിച്ച് പിന്നെ വിക്ടിം കാർഡാവാം, അയാളെ പുറത്താക്കാം. ഇത് ഷാനവാസിനും കൂടിയും വെച്ച ഗണിയാണ്. പക്ഷേ ഷാനവാസ് വീഴില്ല എന്നുള്ളപ്പോഴാണ് ശരത്തിന് മുകളിലേക്ക് മസ്താനി കൊണ്ടുപോകുന്നത്. അവിടെയാണ് പ്രശ്നം. ഇത് മസ്താനിക്ക് ശരത്തിനോടുള്ള എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. ഈ ഗെയിമിൽ ആരെങ്കിലും ഒരാളെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അവരെ കുടുംബപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മസ്താനിക്ക് ആരെങ്കിലും കയ്യിൽ നിന്നൊരു തല്ല് കിട്ടിയിട്ട് ആ തല്ലിയാൾ പുറത്തു പോകണം. അതിൻ്റെ മുകളിലൊരു കണ്ടന്റ് ഉണ്ടാക്കി മാസമാവണം മസ്താനിക്ക്. അതെന്ത് ചിന്താഗതിയാണ്? സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു തരം റോങ് സാധനമല്ലേ അത്? ഇറ്റ്സ് വെരി റോങ് തിങ്. ഒരിക്കലും അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അവിടെ മസ്താനിനാണെങ്കിലും അടിച്ചാൽ തന്നെ സൊസൈറ്റി മസ്താനിനോട് എന്താ പറയുക, എരന്ന് വാങ്ങി അടിയെന്നേ പറയുള്ളൂ. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ പല ഇങ്ങനത്തെ സ്ത്രീകൾ, കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ഒരു ദ റിയൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മസ്താനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മസ്താനി ചെയ്ത ഈ ഒരു ഐറ്റം അല്ലേ. ഇവിടെ എത്രയോ ആണുങ്ങളുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട് പല വിഷയങ്ങൾ വരുന്ന സമയത്ത്, ഞാൻ പല വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട്. ഡിവോഴ്സ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ പ്രൊവോക്ഡ് ആവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആണുങ്ങളെ എങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യും. ഈ ആണുങ്ങളെ DNA നമ്മളെ ഇതിലുണ്ട്, നമ്മളെ സിസ്റ്റത്തിലുണ്ട്. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. നമ്മൾ പ്രൊവോക്ഡ് ആകുമ്പോൾ നമ്മൾക്ക് കൈ പൊന്നു, നമുക്ക് അടിക്കാൻ തോന്നുന്നു, നമ്മളെ അടിക്കും. പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഈ സാധനം ഇട്ട് കുത്തി അടി വാങ്ങിയതിന് ശേഷം അയ്യോ അതിനെ അടിച്ചതെന്ന് പറഞ്ഞ് മൂങ്ങിപ്പോയിരുന്ന് കേസ് കൊടുത്ത അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. പെണ്ണിനെ അടിച്ചു, പെണ്ണിനെ അടി കിട്ടി, പെണ്ണ് പ്രൊവോക്ക് ചെയ്തതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കില്ല. പെണ്ണിനെ അടിച്ചു, അടി കിട്ടി. അപ്പം ഈ വീഡിയോ ചെയ്യുന്ന ഞാനടക്കം ചില സാഹചര്യങ്ങളിൽ ചില കേസിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അയാൾ പോയൊരു സംഗതി നമ്മൾ നോക്കാറില്ല. ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആകുമ്പോഴാണ് രാഹുൽ ഈശ്വറിനെ പോലെ എനിക്ക് തോന്നുന്നത് ഈ വിഷയം രാഹുൽ ഈശ്വറൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായി? ഈ വിഷയങ്ങൾ രാഹുൽ ഈശ്വറൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം പല കേസുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ സദാചാര ഗുണ്ടായിസം, ആൾക്കൂട്ട വിചാരണയൊക്കെ അവിടെ ചർച്ചയും വിഷയമാകുമ്പോൾ മസ്താനീൻ്റെ ഈ ഐറ്റം തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്യണം. മസ്താനിനെ വോൺ ചെയ്യണം. അങ്ങനെ ഒരാളെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് നിങ്ങളെ തല്ലിക്കുക എന്നുള്ളതല്ല ഗെയിം. മനസ്സിലായോ? അതിൽ നിന്ന് നിങ്ങൾക്കൊരു വിക്ടിം കാർഡായിട്ട് ജയിക്കുക എന്നുള്ളതല്ല ഗെയിം. അത് നിങ്ങളൊരു റോങ് ആയിട്ടുള്ള കാര്യം പുറത്ത് കൊടുക്കണേ എന്നുള്ളത്
ബിഗ് ബോസിൻ്റെ ടീം മസ്താനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സ്ത്രീകളുണ്ട് ഇങ്ങനെ നിയമം ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് തല്ലിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് അതുവഴി കുറേ മെച്ചമുണ്ടാക്കാം ലൈഫിൽ എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങൾ. ജെനുവിൻ കേസുകളാണ് അവിടെ മുങ്ങിപ്പോണേ. കുറേ സ്ത്രീകളുടെ ജെനുവിൻ കേസുകൾ അവിടെ മുങ്ങിപ്പോവും. കാരണം ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ പച്ചക്കിരുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ പിന്നെ കാണുന്ന എല്ലാ കേസും ഇപ്പം എന്താ ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു സ്ത്രീ ജെനുവിനായിട്ട് ഒരാളെന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? ഏറ്റവും ഫസ്റ്റ് ഇപ്പം ഒന്നും വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിറക്കം എന്താ പറയുന്ന ആളുകൾ, മസ്താനീൻ്റെ കേസിൽ എന്തായ ബസ്സത്തെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാരണം ആ അവസ്ഥയിലെത്തി കള്ളക്കേസുകൾ. അപ്പം അതിനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. ഇതിനൊരിക്കലും നിങ്ങൾ കണ്ടില്ല എന്നടിക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്നറിയോ, ഓഡിറ്റ് ചെയ്ത് ചർച്ച വെച്ച് ഇങ്ങനത്തെ ആളുകളെ ഒറ്റപ്പെടുത്തി ഇഗ്നോർ ചെയ്ത് കളയണം. ഞാൻ പറഞ്ഞല്ലോ മസ്താനി ഇത് ഒഴിവാക്കിയാൽ നല്ല ഗെയിമറാണ്, ഇത് ഒഴിവാക്കണം മസ്താനി. ഇന്നാ നല്ല ഗെയിമറാണ്, നല്ല വൈൽഡ് കാർഡാണ്, നല്ല ഗെയിമറാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ പറ്റില്ല.